ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെയുള്ള വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ കിളികളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെയൊക്കെ അവിടെ കരികലപ്പടച്ചിന്നോ അങ്ങനെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു പേര് പറയുന്നത്. ഭയങ്കര സൗണ്ടാണ്. നേരം വെളുക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്ന വീടിൻ്റെ വാതിൽക്ക് വന്നിട്ട് കുറേ കൂട്ടമായിട്ടാണ് ഇവർ വരുന്നത്. അപ്പം അവരുടെ ബഹളം എല്ലാം കഴിഞ്ഞ് ആരും എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ. അപ്പോൾ പിന്നെ മിറ്റം തൂത്തേക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങി. ഞാൻ മിറ്റം തൂത്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ണനും ഉണർന്നു. അപ്പോൾ കണ്ണൻ ഞാൻ തന്നെ കിടന്ന് ചെയ്യുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു അവനും കൂടെ ഇറങ്ങി വന്നു കേട്ടോ. അവനെണീറ്റപ്പോൾ ഞാൻ അവന് കടുകാപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് കുടിക്കാനായിട്ട്. കാര്യം തൂത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പോയി കടുകാപ്പി ഇട്ട് കൊടുക്കാൻ പോയാൽ പിന്നെ ആ വഴിക്ക് അങ്ങ് പോകത്തേ ഉള്ളൂ. പിന്നെ മിറ്റം ദൂരം അവിടെ കിടക്കും. അതുകൊണ്ട് താമസമൊക്കെ എണീറ്റത്. അപ്പോൾ വെയിലൊക്കെ ആയി മുറ്റത്തോട്ട്. അപ്പം പെട്ടെന്ന് അങ്ങ് തൂത്ത് എല്ലാം ഒന്ന് വൃത്തിയാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ജോലി ചെയ്യാൻ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് സമയം എടുക്കും ഞാൻ. കാര്യം കാടും ഒക്കെ പറിച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കി തൂത്ത് വരത്തുള്ളൂ. തൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ ഒരു ആഴ്ചത്തേക്കെങ്കിലും അതുപോലെ കിടക്കണം. അതുപോലെ വൃത്തിക്ക് ഞാൻ തൂത്തിടത്തുള്ളൂ കേട്ടോ. കാടെല്ലാം പറിച്ചും പിന്നെ ചെടിക്കകത്തൊക്കെ കുറേ കാട് നിൽപ്പുണ്ട്. അതൊക്കെ പറിക്കണം. അപ്പം ഞാൻ ഈ കാട് പറിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണനും കൂടെ ഇറങ്ങി വന്ന് ലോക്കട്ടൊക്കെ ഇട്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ പുല്ലുകൾ കിളുത്ത് വരും കേട്ടോ. അപ്പോൾ അത് കിളുത്ത് വരുമ്പോഴേ നമ്മളങ്ങ് പറിച്ച് കളയാമെങ്കിൽ അതങ്ങ് പൊക്കോളും. അതേസമയത്ത് പറിക്കാതെ അവിടെ നിർത്തിയാൽ അത് വലുതാകും. അത് തൂക്കുമ്പോൾ നമ്മളങ്ങ് അതിൻ്റെ കൂടെ അങ്ങ് ചെയ്ത് പോകാമെങ്കിൽ അത് വൃത്തിയാകും. അപ്പോൾ കണ്ണൻ എന്നോട് പറഞ്ഞ് അമ്മ തൂത്തോ ഞാനതെല്ലാം പറിച്ച് തരാമെന്ന് പറഞ്ഞു. അച്ചു ഇല്ലെന്ന് പറഞ്ഞാലും കണ്ണൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുക്കളയിലാണേലും എല്ലാം എൻ്റെ കൂടെ നിന്ന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും അച്ചു ഇല്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് കേട്ടോ. ശരിക്കും അവളുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും അത് ഇത് ചെയ്യുന്ന പറഞ്ഞങ്ങ് ഏൽപ്പിക്കാം. ഇത് ഇവനങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ അറിയത്തില്ലല്ലോ. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് കൊച്ചിങ്ങ് വരും. ഒരിതുണ്ട്. ഇനി നാളെ ഒന്ന് പോയി കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പോയി കണ്ടേച്ച് വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലും വീഡിയോയിലൂടെ പറയാം കേട്ടോ. വിളിക്കുന്നുണ്ട് കേട്ടോ, ദിവസവും വിളിക്കുന്നുണ്ട്. എന്നെ എപ്പോഴും ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം എന്നെ വിളിക്കുന്നുണ്ട്. ചേട്ടനെയും എല്ലാം വിളിക്കുന്നുണ്ട്. വിളിച്ച് എല്ലാവരുടെയും വിവരങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് ഫോൺ ചെയ്യാനൊക്കെ ഉള്ളൊരിതുണ്ട്. ഒരുപാട് ഫോണൊന്നും ഇല്ല. 2ഓ 3ഓ ഫോണും കണ്ട് അതും നമ്മുടെ മറ്റേ ടച്ച് ഫോണൊന്നുമില്ല കേട്ടോ. അല്ലാത്ത പഴയ സൈസ് സെറ്റാണ്. അതിൽ നിന്ന് കോൾ ചെയ്യാൻ മാത്രം പറ്റും. അതിന് വേണ്ടി അവർക്ക് അത്യാവശ്യം വിളിക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ എല്ലാം തൂത്ത് ചെടിയെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് വെയിലെന്നിടത്തേക്ക് എങ്ങായി കേട്ടോ. ഭയങ്കര ചൂടാണ് ഇപ്പോഴത്തെ വെയിലിന്. അപ്പം അതെല്ലാം തൂത്തച്ച് ഇനി ഇപ്പോഴത്തെ പോർച്ചും ഒക്കെ എനിക്കൊന്ന് നല്ല വൃത്തിയാക്കി ഇടണം. എന്നതിലൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഇറങ്ങിയുണ്ടല്ലോ നോക്കുന്നതെല്ലാം പണിയാണ് നമുക്ക്. നോക്കുന്നതെല്ലാം. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ അടുക്കളയിലും ഒന്ന് ഒതുക്കി വെച്ചാണ് സാധാരണ എപ്പോഴും ഇറങ്ങുന്നത്. പിന്നെ ഇവരൊക്കെ എണീക്കാനൊക്കെ താമസിച്ചു. അപ്പോൾ പിന്നെ ഓർത്ത് പതിയെ എല്ലാം ഒന്ന് റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു. വെയിലാകുന്നതിന് മുമ്പ് അങ്ങ് തൂത്ത് വൃത്തിയാക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങിയതാണ്. പക്ഷേ തൂത്ത് ഇങ്ങ് വന്നപ്പോൾ അത് താമസമാണ് തൂക്കാനായിട്ട് ഇറങ്ങിയത്. അതുകൊണ്ടാണ് അത്രയും സമയം പോയത്. അപ്പം എല്ലാം ഒന്ന് തൂത്തും എല്ലാം ഒന്ന് വൃത്തിയാക്കി. പച്ചക്കറിയൊക്കെ നട്ടതിനൊക്കെ ഇനി കുറച്ചും കൂടെയൊക്കെ വെള്ളമൊക്കെ ഒഴിക്കണേ. വേഴാമ്പൽ പിന്നെയും വന്ന് ഈ ഗ്ലാസ്സിലിരുന്ന് ശല്യം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ കൊത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെ കാണുന്നുള്ളൂ. എനിക്കൊന്ന് മറ്റേത് ഇനിയും മുട്ടയിട്ട് എവിടെയോ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനുള്ള തീറ്റയൊക്കെ തരാനായിട്ട് ഇത് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ വന്ന് ഈ ഗ്ലാസ്സിൽ വന്ന് കൊത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ണനാണ് ഇതെല്ലാം വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ പൊടിയാവേ കണ്ണൻ തൂക്കാന്നൊക്കെ പറഞ്ഞാണേ കണ്ണന് പൊടി അടിച്ച് കഴിയുമ്പോൾ അലർജിയുള്ള തുമ്മലങ്ങ് തുടങ്ങും. അപ്പം ഞാൻ തൂക്കുന്നിടത്ത് അവിടെ നിന്നതേ ഉള്ളൂ. കണ്ണൻ തുമ്മാൻ തുടങ്ങി. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം ഞാൻ തൂക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അത്രയും പൊടി അങ്ങനെ ഇങ്ങോട്ട് വരത്തില്ല. അപ്പം അങ്ങനെ തൂക്കാനായിട്ട് വെള്ളമെല്ലാം നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ വാഴയൊക്കെ നേരത്തെ നട്ടത് വലുതായി. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി ഇലയൊക്കെ എടുക്കാം. അപ്പം ഇന്ന് രാവിലെ ഇലയുടെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇലയുടെ ഉണ്ടാക്കാനായിട്ട് വാഴയിലൊക്കെ എടുക്കുവാണ്. അപ്പോൾ വാഴയിലെല്ലാം എടുത്ത് അതെല്ലാം ഇനി ഒന്ന് കീറിയൊക്കെ ഒന്ന് എടുക്കണം. അതും കൂടി എടുത്ത് വെച്ച് ഇനി അകത്തോട്ടം കയറാമെന്ന് വിചാരിച്ച്. അപ്പം ഇനി ഇവിടുത്തെ സൈഡും കൂടി ഇച്ചിരി തൂക്കാനുണ്ട്. അത് പിന്നെ ആകാമെന്ന് വിചാരിച്ചു. കാര്യം ഇനി തൂക്കാനൊക്കെ നിന്നാലേ രാവിലത്തെ കാപ്പി ഉണ്ടാക്കലൊക്കെ താമസിക്കും. അത് അപ്പോൾ കണ്ണനും ചേട്ടനും കൂടെ കുടുംബത്തോട്ട് പോയി, അച്ഛൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കണം. ഇനി അതെല്ലാം ഒന്ന് ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പോൾ ഇലയെല്ലാം ഒന്ന് കീറിയെടുക്കുവാണ്. അപ്പം ഇവിടെ വാഴയിലയ്ക്ക് അത് അടയുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല, അപൂർവങ്ങളിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒത്തിരി നാളെ ഇലയുടെയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഒന്നാമെന്ന് വെച്ചാൽ ഇലയെടുക്കാൻ താഴെ പറമ്പിലങ്ങ് ഇറങ്ങിപ്പോകണം, അതാണ് മടിയെ. അപ്പോൾ എന്നാൽ ഇന്നിപ്പം ഇലയൊക്കെ എടുത്ത് ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പം അച്ചുവിന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇലയുടെ ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ വലിയ ഇതായിട്ട് കഴിക്കുകയില്ല. അതുകൊണ്ട് അവളുള്ളപ്പം ഉണ്ടാക്കിയിരുന്നല്ല കേട്ടോ. അങ്ങനെ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കില്ല. അപ്പോൾ ഇന്നിപ്പോൾ എളുപ്പമുണ്ടല്ലോ ഇലയുടെ ആകുമ്പോഴത്തേക്ക്
പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇലയെല്ലാം കീറി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇലയെല്ലാം കീറിയെടുത്ത് ഇനി അകത്തോട്ട് കയറണം, അടുപ്പിൽ തീ കത്തിക്കണം. അപ്പം അച്ചുവിൻ്റെയൊക്കെ ക്യാമ്പിൻ്റെ സമയത്ത് ഇവിടെ ഞാൻ ഈ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന അച്ചു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നൊരു തവയുണ്ടായിരുന്നേ. അത് അവർക്ക് കൊണ്ടുപോകണമായിരുന്നു, അവിടെ കൊണ്ടുപോകണമായിരുന്നു അവരുടെ ക്യാമ്പ് നടക്കുന്നിടത്ത്. ഓരോ പിള്ളേരും ഓരോരോ പാത്രങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. എനിക്കിനി നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന ദോശക്കല്ലേ ഉള്ളൂ, പക്ഷേ അതേ വെച്ച് ഞാനിങ്ങനെ അട ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ പിന്നീട് അതേ ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്ക് മൊത്തം പിടിക്കും. പിന്നെ ഒരു തച്ച് പണിയാണ് അതൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാനോർത്തു അടുപ്പയിലങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. പഴയ ഒരു തവ ഇരിപ്പുണ്ട്, അപ്പോൾ അതിൽ അടുപ്പയിലോട്ടങ്ങ് വെച്ച് അവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇവിടെ ഇലയുടെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ തീരെ കനം കുറച്ച് പരത്തണം കേട്ടോ, ഒത്തിരി കട്ടിയിലൊന്നും പരത്തുന്നത് ഇഷ്ടമല്ല. സാധാരണ ഞാൻ തേങ്ങ ചിരണ്ടി വെച്ച് അതിലേക്ക് ശർക്കരയും ഏലക്കായും ജീരകപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് അങ്ങനെയാണ് എടുക്കുന്നത്. പക്ഷേ ഇന്നിപ്പം ചേട്ടന് ഒരുപാട് മധുരം വെച്ചെടുക്കുന്നത് ഇഷ്ടമല്ല. അപ്പം കണ്ണന് നല്ല മധുരം വേണമെന്നാണ്. അപ്പം ഞാനോർത്ത് എന്നാൽ പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തേച്ച് അതിൻ്റെ പുറത്തിട്ട് ആവശ്യമുള്ള ശർക്കര ചിരണ്ടി ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ തേങ്ങയും നല്ലപോലെ വേണം കേട്ടോ അടയ്ക്കകത്ത്, അല്ലാതെ ഒരു ഇച്ചിരി ഒന്നും വെച്ചാൽ ഇവർക്ക് പറ്റത്തില്ല. നല്ലപോലെ തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ തേങ്ങ നല്ലപോലെ ഇട്ടേച്ച് അതിലേക്കിനി കുറച്ച് ശർക്കരയും കൂടെ ചിരണ്ടിയിടുകയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഗോതമ്പ് പൊടി സാധാരണ പച്ചവെള്ളത്തിൽ കുഴച്ച് ഇച്ചിരി ഉപ്പും ചേർത്ത് പച്ചവെള്ളത്തിൽ കുഴച്ച് അങ്ങനെ എടുത്താണ്, അല്ലാതെ ചൂടുവെള്ളമോ അല്ലെങ്കിൽ അരിപ്പൊടിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. വെറും ഗോതമ്പ് പൊടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആട്ടയില്ലേ, അതാണ് സംഭവം. അപ്പോൾ അതിനകത്ത് ഉണ്ടാക്കണം. അപ്പോൾ ശർക്കര ഇതിനകത്തൊരു ശകലം ശർക്കരയാണ് ഇടുന്നുള്ളത്. അത്രയും മധുരം മതിയായിരുന്നു, ഒരുപാട് മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത്രയും മധുരം ചേർത്ത് അടയുണ്ടാക്കുവാണ്. അങ്ങനെ അടയെല്ലാം ഓരോന്നോരോന്നെല്ലാം ഞാൻ പരത്തി എടുത്തതിന് ശേഷം അടുപ്പിലോട്ട് തീ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തീ ഈ നോൺ സ്റ്റിക്ക് പോലെ തന്നെ തവയാണത്, പഴയതാണെന്നേ ഉള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ചൂടാകും. അപ്പോൾ ഞാനിത് തീയെല്ലാം പിടിപ്പിച്ചേച്ച് അതങ്ങോട്ട് വെക്കാനായിട്ട് പോയാൽ തവ അങ്ങ് പഴുത്ത് വല്ലാതാകും. അപ്പം അടുപ്പിൽ ഒരെണ്ണം രണ്ട് മൂന്നെണ്ണം ഞാൻ പരത്തി വെച്ചു കേട്ടോ അട. എന്നിട്ട് അടുപ്പിൽ തീ പിടിപ്പിച്ചേച്ച് ഓരോന്ന് പിന്നെ നമുക്ക് പരത്തുകയും ചെയ്യാം, ഒരു സൈഡിൽ കൂടെ ഉണ്ടാക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ അടുപ്പിൽ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കുവാണേ. അപ്പോൾ കുറേ കുഞ്ഞ് നമ്മൾ പയറൊക്കെ കുത്തിയ കമ്പുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഉണങ്ങി അങ്ങ് പൊടിയോലായിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടൊരു പേപ്പർ കത്തിച്ച് വെച്ചാൽ ആ കമ്പ് അതിനകത്തോട്ട് ഒടിച്ചിട്ടാൽ മതി, നല്ലപോലെ തീ കത്തിക്കുള്ളേ. അപ്പം അങ്ങനെ തീയെല്ലാം ഒന്ന് കത്തിച്ച് അതെല്ലാം ഒന്ന് റെഡിയാക്കുവാണ്. തീയെല്ലാം പിടിച്ച് തവ അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര പുക പതിവ് പോലെ തന്നെ. ചില സമയത്തുള്ളൂ കേട്ടോ, ചില സമയത്ത് കുഴപ്പമില്ല, ചില സമയത്ത് നല്ലതായിട്ട്. അപ്പോൾ എന്നാലും ദിവസം എനിക്കിങ്ങനെ ഇതിൻ്റെ പൈപ്പിലൂടെ കവറിട്ടിങ്ങനെയായിരുന്നു കയറ് കെട്ടി ഇറക്കി അങ്ങനെയായിരുന്നു ഇതിനകത്ത് പുക കളഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കിങ്ങനെ ചെയ്യുന്നപ്പോഴത്തേക്ക് യൂട്യൂബിലൂടെ തന്നെ ആരാ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ പേപ്പർ കത്തിച്ച് ഇതിലൂടെ ഇങ്ങനെ വെച്ച് പുറവശത്തോടെ ഇങ്ങനെ കട്ട ഊരിച്ച് അങ്ങനെ വെച്ചാൽ മതി, പുക പെട്ടെന്ന് പൊക്കോളൂ എന്ന് പറഞ്ഞാൽ സത്യം കേട്ടോ. നമ്മൾ മേളിൽ പോയി ചെയ്യുന്നതിനേക്കാൾ എളുപ്പം പുക പെട്ടെന്ന് ഇതാകുകയും ചെയ്യും. അപ്പം ഞാനൊരു പേപ്പറൊക്കെ കത്തിച്ച് അതിലേക്ക് വെക്കുകയാണ്. അതിൽ പേപ്പർ കത്തിച്ച് അവിടെ ആ കുഴലിൻ്റെ അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് ആ പേപ്പർ ചിലപ്പോൾ പറന്ന് മേളിലോട്ട് അങ്ങ് പോകും കേട്ടോ, ആ പുക വരുന്ന ശക്തി അനുസരിച്ച്. അങ്ങനെ തീ കത്തിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ലപോലെ പുക മേളിലോട്ട് പോകാൻ തുടങ്ങും. അങ്ങനെ അതെല്ലാം ഒന്ന് ചെയ്യണം. അന്നേരത്തേക്ക് ചേട്ടനും കണ്ണനും ഒക്കെ കുടുംബത്തൊക്കെ പോയിട്ട് വന്നു കേട്ടോ. ഇനി അവർക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ തിരക്കൊക്കെയാണ്. അപ്പം കണ്ടിട്ട് ഇപ്പോൾ പേപ്പർ അത് പതിയെ അകത്തോട്ട് വലിഞ്ഞങ്ങ് പോകും തീ കത്തുന്നതനുസരിച്ച്. കണ്ടോ, അത് മുകളിലോട്ടങ്ങ് ചിലപ്പോൾ അങ്ങ് പറന്നങ്ങ് പോവേ. അങ്ങനെ പോകുമ്പോഴത്തേക്ക് ആ പുക പെട്ടെന്ന് അങ്ങ് ഇതാകും. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതങ്ങ് അടച്ച് വെച്ചേച്ച് വീണ്ടും നമ്മുടെ അടുക്കളയിലോട്ട് തന്നെ പോകും. അന്നേരത്തേക്ക് പുക മൊത്തം കണ്ടോ, ഇപ്പോൾ അടുപ്പ് നല്ലപോലെ നേരത്തെ തീ കത്തുന്നുണ്ട്, പക്ഷേ പുക മൊത്തം വെളിയിലോട്ടായിരുന്നു വന്നിട്ടിരുന്നത്. ഇപ്പം പുകയെല്ലാം ആ കുഴലിൽ കൂടെ തന്നെ പൊക്കോളും. ഇനി ഒത്തിരി നാളായി കേട്ടോ അത് ക്ലീൻ ചെയ്തിട്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കൊന്ന് എപ്പോഴും ഇങ്ങനെ വരുന്നത്. അത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ ഒരു തച്ചിൻ്റെ പണിയാണ്, അതിനകത്തുനിന്ന് പുകയറ മൊത്തം തൂത്തുവാരി എടുക്കണം. അതിനിപ്പോൾ ഈ സമയത്ത് എങ്ങാനും നോക്കണം, വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ ഉള്ള കരിയെല്ലാം വണ്ടിയിലും എല്ലാം ആകും. അതെല്ലാം ഇനി ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി കഴിയുമ്പോൾ പിന്നെ ഇത്രയും അങ്ങോട്ട് തീ കത്തിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരത്തില്ല. ഇങ്ങനെ ഓരോ അട വീതം ഞാനിനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ലപോലെ ഒന്ന് ഇവർക്ക് പുറമൊക്കെ ഒരു ഇച്ചിരി ഒന്ന് മൊരിഞ്ഞിരിക്കണം കേട്ടോ, എന്നും പറഞ്ഞ് കരിഞ്ഞു പോകരുത്, ഇച്ചിരി ഒന്ന് മൊരിഞ്ഞിരിക്കുന്ന സൈസാണ് ഇഷ്ടം. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറേ താമസിച്ചു, ഞാൻ പറഞ്ഞില്ലേ വെളിയിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കുറേ സമയമായി. ഇനി ഓരോരുത്തർക്ക് തന്നെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ, അവർക്ക് രണ്ടുപേർക്കും കഴിക്കാൻ കൊടുത്തേച്ച് പിന്നെ ഓരോന്നുണ്ട് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ കൊടുക്കാമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ ഞാനും കൂടെ കഴിക്കാനൊക്കെ എടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെയാണ് പിന്നത്തെ വീഡിയോസൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഞാനും കണ്ണനും അമ്പലത്തിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചേ. ഇന്ന് അമ്പലത്തിൽ പ്രസാദകൂട്ടുണ്ട്, അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ കൂർക്ക തോരനും വെച്ചു, അയല കറിയും വെച്ചു, അയല വറുത്തും വെച്ച് ചേട്ടന് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ദീപാച്ചിലെടുത്ത് പോയിച്ച് അവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടാണ് ഒന്നിച്ച് അമ്പലത്തിലോട്ട് പോയത്. ഒരു ഉമ്മ ആരാക്കി പാട്ട് വെച്ചത്, എൻ്റെ നെറ്റില്ല. ഇതെന്നാ ഈ ബനിയൻ ഇരിക്കാനോ? ഈ ബനിയൻ മതിയോ? ഇത് ഊരണ്ടേ ഇട്ടേക്കുന്നേ?
സ്കൂട്ടറിലാണ് നന്ദൻ പോന്നേ. നന്ദേട്ടൻ എങ്ങനെയാ? നന്ദേട്ടനാണോ ഓടിക്കുന്നേ? നന്ദേട്ടൻ്റെ സൈക്കിൾ എവിടെ? അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നു. വലിയ ക്യൂ ഒന്നുമില്ല കേട്ടോ. ക്യൂ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാലും പക്ഷേ പെട്ടെന്ന് അങ്ങ് നീങ്ങി നീങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഊണ് കഴിക്കട്ടെ. അപ്പോൾ നന്ദൻ അവിടെ കിടന്ന ഓട്ടവും ഒക്കെയാണ്. ഈ ക്യൂ കണ്ടൊന്നും ഇതാകണ്ട കേട്ടോ. പെട്ടെന്ന് അങ്ങ് പോകുന്നുണ്ട്. ചില നീളമുള്ള ക്യൂ ആണെന്ന് പറയുന്നത് പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പം നന്ദൻ അവിടെ കിടന്ന് ഓട്ടത്തോടോട്ടം. അപ്പം കണ്ണൻ നന്ദൻ്റെ പുറകെ നന്ദനെ പിടിക്കാനും എല്ലാം ആയിട്ട് ഞാൻ പറഞ്ഞിടി അവൻ പൊക്കോളും നീ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ക്യൂവിലെല്ലാം നിന്നിടുന്നത്. അപ്പോൾ ഓരോ കരക്കാരും ഓരോ ദിവസം അവരുടേതായ കരയുടെ പേരുമൊക്കെ എഴുതി ഇങ്ങനെ പൂക്കളിട്ട് നല്ല ഭംഗിയിലാണ് ഒരുക്കിയേക്കുന്നത്. അപ്പം അതിൻ്റെ ഇതാണ് ഇവിടെ ഇങ്ങനെ ഒരുക്കിയേക്കുന്നത്. അപ്പോൾ ഇന്ന് വൈക്കം കരക്കാരുടെയാണ് ഉത്സവമൊക്കെ. അപ്പോൾ അതിൻ്റെ അവരുടെ പേരുമൊക്കെ എഴുതി അവർ അവിടെ ഇങ്ങനെ നല്ല ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. എല്ലാ കരക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലാതെ ഇവർ മാത്രമല്ല കേട്ടോ. എല്ലാ കരക്കാരും നല്ല ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെയാണ് ഓരോ ദിവസങ്ങളിൽ. അപ്പം നന്ദൻ വഴിയെല്ലാം ഓടിച്ചാടി നടക്കാനുള്ള ഇഷ്ടം പോലെ സമയം കിട്ടി കേട്ടോ. ഈ ക്യൂ ഇങ്ങനെ അങ്ങ് വരുന്നിടം വരെ നന്ദൻ അവിടെ കിടന്ന് ഓടാനും എല്ലാം ഉള്ള സമയം കിട്ടി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇനി അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അച്ചുവിനെ. അച്ചു ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുവേ. ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാനും അച്ചുവും കണ്ണനും കൂടെ ഒന്നിച്ചേ പോകത്തുള്ളൂ. ചേട്ടൻ അങ്ങനെ വരാറില്ല. പക്ഷേ ഞങ്ങൾ മൂന്നുപേരും ഒന്നിച്ചാണ് കൂടുതലും പോകുന്നത് കേട്ടോ. അവളില്ലാത്തത് ഒരു വല്ലാത്തൊരു ഭയങ്കര ഒരു സങ്കടം പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിനി അവൾ ഇവിടെ ഈ അവിയലോ കാര്യങ്ങളോ ഒന്നും കഴിക്കുകയില്ലെങ്കിലുണ്ടല്ലോ പുള്ളിക്കാരി ഞങ്ങളുടെ കൂടെ വരും. പായസം മാത്രം കുടിക്കും ചോറ് മേടിച്ച് വെച്ച്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ മേടിക്കാനായിട്ട് ഇങ്ങനെ പതിയെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടുന്ന് തന്നെ പ്ലേറ്റ് നമ്മൾ എടുത്ത് വെച്ച് ഇപ്പുറത്ത് അവിടെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അവിടോട്ട് നമ്മൾ പ്ലേറ്റും കൊണ്ട് ചെന്നാൽ മതി. നമുക്കുള്ള ഫുഡ് അവിടെ നിന്ന് കിട്ടും. എല്ലാവരും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പം ആദ്യം ചോറ് വിളമ്പുന്നു. ചോറ് വിളമ്പിയതിന് ശേഷം അതിലേക്ക് സാമ്പാറാണ് വിളമ്പുന്നത്. അതിനി വിളമ്പാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. അതേടെ ചോറ് വിളമ്പുന്നു. ഇതെൻ്റെ പാത്രമാണ്. അപ്പം ദീപാച്ചിയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അവളങ്ങോട്ട് പോയി. അപ്പം ചോറ് വിളമ്പി ഇനി സാമ്പാർ വിളമ്പി. അത് കഴിഞ്ഞ് വെച്ച് അതിലേക്ക് അവിയലാണ് വിളമ്പുന്നത്. അവിയൽ വിളമ്പി. പിന്നെ തോരൻ കാബേജും പയറും കൂടാന്ന് തോന്നുന്നു തോരൻ വെച്ചേക്കുന്നത്. അതാണ് തോരനിട്ടുള്ളത്. പിന്നെ പച്ചടി, പിന്നെ അച്ചാർ നാരങ്ങ അച്ചാർ, പിന്നെ പായസം. ഇത്രയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. പക്ഷേ സാമ്പാറിനൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ. ഒരു പ്രത്യേക രുചിയാണ് അമ്പലത്തിൽ നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും. അവിയലൊക്കെ ആണെങ്കിലും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനേക്കാളും എന്നതും ഒരു പ്രത്യേക രുചിയാണ് ഇവിടുത്തെ അവിയലിനും സാമ്പാറിനും അച്ചാറിനും ഒക്കെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഒരിടത്ത് ഇരുന്നത്. അവിടെ ഇനി ഞങ്ങൾ അകത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇരിക്കാനായിട്ട്. നമ്മൾ ഇന്ന് ഇച്ചിരി ആൾ കുറവായിരുന്നു. സാധാരണ ഭയങ്കര ആളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇച്ചിരി ആൾ കുറവാണ്. അപ്പം ഞങ്ങൾ പിന്നെ എപ്പോഴാണ് 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വന്നത് കഴിക്കാനായിട്ട്. അപ്പോൾ കഴിച്ചെല്ലാം കഴിഞ്ഞ് നന്ദനയും കൊണ്ട് ഞാൻ വെളിയിലോട്ടങ്ങ് നിന്നേ. ദീപാച്ചി കഴിച്ച് കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ നന്ദനയും കൊണ്ട് വെളിയിൽ നിന്ന് ഞങ്ങൾ കഴിച്ച് ചെന്നപ്പോൾ നന്ദൻ സൂപ്പർമാൻ കളിക്കും അവിടെ നിന്ന്. അപ്പോൾ നന്ദനെ ഇങ്ങനെ പറപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെന്ന് നന്ദനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് ഞാനും കണ്ണനും കൂടെ. അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് എനിക്ക് പിന്നെ കുറേ ജോലി ഉണ്ടായിരുന്നു കേട്ടോ. ആ അക്വേറിയമൊക്കെ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു. എല്ലാം ചെയ്ത് പിന്നെ നമ്മുടെ പഴയ ആമ്പൽ നട്ടത് ആ മീൻ മൊത്തം തിന്നങ്ങ് തീർത്ത് കേട്ടോ. അതിനകത്തൊരു ശകലം പോലും ആമ്പലില്ലാതാക്കി. അപ്പോൾ ഞാൻ ദീപാവലി അടുത്തുനിന്ന് പിന്നെയും 2-3 തൈയും കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടുവന്ന് അതിനകത്ത് വൃത്തിയാക്കി ചാമ്പൽ വേറൊരു ബക്കറ്റിലോട്ടായിട്ട് ഞാനത് നട്ടു വെച്ചേ. കാര്യം ഇനി അതിനകത്ത് വെച്ചാൽ ഇനി അത് മീൻ മൊത്തം തിന്ന് ഇറുകത്തേ ഉള്ളൂ. അതുകൊണ്ട് വേറൊരു ബക്കറ്റിലേക്കാക്കി. ഇതിൻ്റെ മേളിൽ ഞാൻ കുറച്ച് പായലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു സ്ഥലം തരിതരി പോലത്തെ പായലാണ്. അതൊരു പെട്ടെന്ന് ഇത് നിറച്ചും അങ്ങ് നിറയും ആ പായൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ.